അത് ഒരു കാര്യം കൂടി സാർ ശ്രദ്ധിച്ചറിയാം. അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഭരണത്തിനെതിരെ CPIന്റെ ഭാഗമായിരുന്നു. CPI പറയത്തക്ക പോരാട്ടവും നടത്തിയിട്ടില്ല. MAVയെ പോലെ കുറച്ച് യുവാക്കൾ ആ സമരരംഗത്തുണ്ടായിരുന്നു, അവർ ജയിലിലായിരുന്നു എന്ന് ചോദിച്ചാൽ CPMന്റെ നേതൃത്വം ഒക്കെ തന്നെ വളരെ സുരക്ഷിതരായിരുന്നു. EMSനെ എന്തോ പോലീസ് സ്റ്റേഷനിൽ എന്തോ ചോദ്യം ചെയ്യാൻ വിളിച്ച് ഉടനെ വിടുന്നത് സോയിറ്റിന്റെ ഇടപെടലുണ്ടായിരുന്നാണ് കേൾക്കുന്നത്. എനിക്ക് ഊഹാപോഹമാണ്. CPI കേരളത്തിലെ ഇന്ത്യയിലെ മുഖ്യ ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഭരണത്തിന്റെ ഒപ്പമായിരുന്നു. അപ്പോ CPI ML, അതായത് അന്നത്തെ നെക്സലൈറ്റ് മൂവ്മെന്റും സോഷ്യലിസ്റ്റുകളും പിന്നെ RSSകാരും, ഇവരാണ് സമരരംഗത്ത് ഉണ്ടായിരുന്നത്, ജയിലുണ്ടായിരുന്നത്. അതാണ് യാഥാർത്ഥ്യം. CPM അവകാശപ്പെടാൻ ചരിത്രമൊന്നുമില്ല. അടിയന്തരാവസ്ഥയെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിയോജിതമായ ചരിത്രമൊന്നും CPM ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചെറുപ്പക്കാർക്കുണ്ട്, MAV പോലെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഉണ്ടെന്നുള്ള കാര്യം അംഗീകരിക്കും. പക്ഷെ അതേസമയം നേതൃത്വത്തിനില്ല. നേതൃത്വം ആ നിലയ്ക്ക് അനുരഞ്ജനത്തിന്റെ ഒരു അനുരഞ്ജനമല്ല, അനുരഞ്ജനമാണെന്ന മട്ടിലാണ് അന്ന് ജീവിച്ചിരുന്നത്. ഇതാണ് കേരളത്തിൽ രക്തസാക്ഷികളായപ്പോൾ സ്നേഹലത റെഡ്ഡി കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരു ബന്ധമുള്ളതല്ല. സാർ പറഞ്ഞ അവര് ഒരു വലിയ കലാകാരിയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ നഷ്ടം എന്ന് പറഞ്ഞാൽ കലാലോകത്തിന് ഇപ്പൊ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ് സംസ്കാരയ എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സിനിമ. അനന്തമൂർത്തിയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ സിനിമയിൽ അവർ അനന്തമൂർത്തിയുടെ അടുത്ത ഫ്രണ്ടായിരുന്നു. P. ലങ്കേഷിനെ പോലെ സോഷ്യലിസ്റ്റുകൾ, അനന്തമൂർത്തി പോലെ സോഷ്യലിസ്റ്റുകൾ, അതെ അവര് സോഷ്യലിസ്റ്റുകളുടെ സൗഹൃദ ഗ്രൂപ്പായിരുന്നു അത്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അവര് വളരെ പോരാളികളും നമ്മുടെ എന്താ പറയുക ഇന്നത്തെ ജെൻസി എന്ന് വിളിക്കുന്ന പോലത്തെ ആക്ടിവിസ്റ്റുകൾ, ആ കാലത്തെ ആക്ടിവിസ്റ്റുകൾ വളരെ ഹൈ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വളരെ ഉയർന്ന നിലവാരം ചിന്തിക്കുന്ന ആക്ടിവിസ്റ്റുകളായിരുന്നു അവരൊക്കെ തന്നെ. അങ്ങനെയുള്ള ഒരു വലിയ കലാലോകത്തിനുണ്ടായിരുന്ന തീരാ നഷ്ടമാണ്. ജയിലിൽ കൊണ്ട് എല്ലാവരും ടോർച്ചർ ചെയ്യപ്പെട്ട ഒരാളാണ് സ്നേഹലാ റെഡ്ഡി. ജയിലിൽ പോയി എല്ലാവരും ടോർച്ചർ ചെയ്യപ്പെടുകയും ആ ടോർച്ചറിന് ശേഷം ജയിലിൽ വിട്ടതിന് ശേഷം അവർ ആ ടോർച്ചറിന്റെ ഭാഗമായിട്ടാണ് അവർ മരണത്തിലേക്ക്. അവരുടെ ഫിസിക്കൽ ടോർച്ചർ അല്ലായിരുന്നു. ഇന്നലെ ഞാൻ ആ ഡോക്യുമെന്ററി ESBTയുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ഞാൻ അതിനകത്ത് അവൾ കൃത്യമായിട്ട് പറയണം. അവരുടെ ടോർച്ചർ എന്ന് പറഞ്ഞാൽ അവർ ആസ്മ പേഷ്യന്റ് ആയിരുന്നു. അവർക്ക് സമയത്തിന് മരുന്ന് കൊടുക്കത്തില്ല, സമയത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കത്തില്ല. അതാണ് ഒരു ആസ്മ പേഷ്യന്റിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ടോർച്ചർ. അവരെ ഫിസിക്കലി ടോർച്ചർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എങ്ങനെയുള്ള ഒരു അസുഖമാണ് എന്നുള്ളത്. അതിന് സമയത്തിന് മരുന്ന് കൊടുക്കാതിരിക്കുക, സമയത്തിന് ഡോക്ടറെ കാണിക്കാതിരിക്കുക, അവരുടെ സ്വന്തം ഡോക്ടറെ അങ്ങോട്ട് ജയിലിൽ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രഷർ ടാക്ടിക് അതുവഴിയാണ്. അപ്പം പിന്നെ റോങ് മെഡിസിൻസ് കൊടുത്തു, അവർക്ക് അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ചരിത്രബോധമില്ലാതെ ചരിത്രത്തിന്റെ ഫാക്ട്സിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ചരിത്ര പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുമാനത്തോടുകൂടി കാണണം എന്നുള്ളതൊക്കെയുള്ള ഒരു ബേസിക് നോം എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടാവേണ്ട കാലം. അങ്ങനെയാണ് ഇതുവരെ നടന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇല്ലാത്ത ചിലരാണ് എന്തോ ഒരു ഇതിനു വേണ്ടി അവർ ഇതിന്റെ പുറകിൽ പോയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ഞാനും ഇത് കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിടത്തോളം എന്നെ സംബന്ധിച്ചോളം ഒരു പേഴ്സണലി വളരെ 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 ഡിസ്റ്റർബിങ് ആയിട്ടുള്ളതാണ്. എവിടെയാണ് നമ്മുടെ ഇടതുപക്ഷ ആൾക്കാരുടെ ചിന്തകൾ പോകുന്നത്? അവരെ ചിന്താപരമായി ഔട്ട്ഡേറ്റഡ് ആണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ലേ? താങ്കൾ പറഞ്ഞ പോലെ മിസയുടെ കാര്യം വരുമ്പോൾ മിസ ആണോ പ്രധാനം, അതോ UPA ടെററിസ്റ്റ് ആക്ട്, ടെററിസ്റ്റുകളെ എല്ലാവരെയും ഉമർ ഖാലിദിനെ പോലുള്ളവരെ 5 വർഷം അല്ലെങ്കിൽ 6 വർഷം തടവിലിടുന്ന ആ നിയമമാണോ കരിനിയമം? മറ്റേ 50 വർഷം മുമ്പ് നടന്ന ഇതിന്റെ ഒരു പ്രാഗ്രൂപമാണോ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും ചോദ്യമുണ്ട്. കാര്യം നേരത്തെ പറഞ്ഞ സ്നേഹലാത റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻ സ്വാമി അനുഭവിച്ച അതേ ടോർച്ചറാണ്. പാർക്കിൻസൺസ് ഡിസീസുള്ള സ്റ്റാൻ സ്വാമിയെ എങ്ങനെയാണ് ടോർച്ചർ? അദ്ദേഹം സ്ട്രോ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ പറ്റാത്ത അത്രയും അതൊക്കെയാണ് ടോർച്ചർ. അല്ല, നമ്മൾ കാണുന്ന ടോർച്ചറിന്റെ ഓരോ രൂപങ്ങളാണ്. കാര്യം ഇത് ചെയ്യുന്നവർക്ക് അത് ടോർച്ചർ. അപ്പോൾ ആസ്മ ഒരു പേഷ്യന്റ് ആയിരുന്ന സ്നേഹലതയോട് ചെയ്യുന്ന ടോർച്ചറാണത്. അപ്പോൾ ഈ ഇത്തരം ടോർച്ചറിലൂടെ കടന്നു വന്ന ഇതുപോലെ ആ അടിയന്തരാവസ്ഥക്കാലത്ത് നമുക്ക് ഒരുപാട് മേരി ടൈലറുടെ അടിയന്തരാവസ്ഥക്കാലത്തുള്ള പുസ്തകമുണ്ട്, ജയിലിനെ കുറിച്ചിട്ടുള്ള. അടിയന്തരാവസ്ഥ ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ ഇതിന് ശേഷം ഈ UAPയെ കുറിച്ച് പറയുന്നത് CPM ഉത്തരവാദിത്തമായി കേരളത്തിൽ പിണറായി ഭരണ കാലത്ത് മാവോയിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടെന്ന് മാത്രമല്ല UAPയെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് DFI ഈ കാര്യങ്ങൾ പറയുമ്പോൾ DFIയുടെ ചോദ്യം വരും. ആ വേദിയിൽ തന്നെ സദസ്സിന് ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നേതൃത്വം തയ്യാറാവേണ്ടി വരും. ആ നേതൃത്വത്തിന് മറുപടി പറയുന്നില്ല. കാര്യം അതിന് കൂട്ടുന്ന ആൾക്കാരാ
ഈ അലനും താങ്ങി 2 ചെറുപ്പക്കാർ അറസ്റ്റ് സമയത്ത് ജൻസി സമരത്തിന് വേണ്ടി ഇന്ന് വക്താക്കളായിട്ട് DFI നേതൃത്വം എവിടെയായിരുന്നു ഒരു ശബ്ദം? അവരെന്നോടും ശബ്ദം പാലിച്ചു. അവരെന്നോടും ശബ്ദം. അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഈ UAPA ഇവിടെ കേരളത്തിൽ അനാവശ്യമായി ചാർജ് ചെയ്യപ്പെടുന്ന സമയത്ത് നിശബ്ദ പാലിച്ചാണ് DFIയുടെ താല്പര്യം യുവജന കമ്മീഷൻ സ്ഥാനത്തിരിക്കുക, ഒരുപക്ഷെ ഇന്നോവ കാർ സൗകര്യങ്ങൾ കിട്ടുക, അതിനകത്ത് പോകും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ നേതാക്കളൊക്കെ. ഈ വിപ്ലവം പറഞ്ഞ് TV പല ആൾക്കാരും യഥാർത്ഥ ഇന്നോവ കാർ പോവേണ്ടി വിപ്ലവത്തിലേക്ക് വന്ന ആൾക്കാരാന്ന് തോന്നുന്നു. അവിടെയാണ് പ്രശ്നം. ഞാനിത് നമ്മുടെ നമ്മൾ രണ്ടുപേരും നാടകം കാണാത്തോണ്ട് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇതൊരു കോണ്ടാക്ട് മാത്രമാണ്. പക്ഷെ ഒന്ന് പറഞ്ഞ് എനിക്ക് ഇത് ഉപസംഹരിക്കാൻ തോന്നുന്നു. അതായത് എൻ്റെ ഒരു സോഷ്യലിസ്റ്റ് ഫ്രണ്ട്, ഈ 50 വർഷത്തെ ഞാൻ യൂട്യൂബ് സീരീസ് നടക്കുമ്പോൾ ഒരു സോഷ്യലിസ്റ്റ് ജോർജ് ഫെർണാണ്ടസിന്റെ അടുത്ത അനുയായി ബോംബെയിലെ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ദിരാഗാന്ധി ഒരു വിശുദ്ധയായിരുന്നു എന്നാണ്. കമ്പയർഡ് ടു വാട്ട് ഈസ് ഹാപ്പനിങ് നൗ എന്നുള്ളതാണ്. സംശയമില്ല. കാര്യം സാർ ഒറ്റ കാര്യം നമ്മൾ നോക്കിയാൽ അടിയന്തരാവസ്ഥ കാലത്ത് പാർലമെന്റ് ഡിബേറ്റിൽ വന്നു. നമ്മൾ പ്രസിദ്ധമായ ഫോട്ടോ കണ്ടില്ലേ? സീതാറാം യെച്ചൂരി JNUവിൽ ഇന്ദിരാഗാന്ധിയെ വിചാരണ ചെയ്യുന്ന ദൃശ്യം നമ്മുടെ മുമ്പിലുള്ള ഫോട്ടോ ഉണ്ടല്ലോ. അത് തിരിച്ചു വന്നപ്പോഴാണ്. എന്തായാലും ഇന്നത്തെ പ്രധാനമന്ത്രി അങ്ങനെ വിദ്യാർത്ഥികളിൽ നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റില്ല. മാത്രമല്ല അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാർ അതിൻ്റെ അകത്ത്. കാരണം ഞാൻ അടിയന്തരാവസ്ഥ ഭീകരമാണ്. അടിയന്തരാവസ്ഥ സംബന്ധിച്ചോളം ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് സഞ്ജയ് ഗാന്ധി കൊടുത്ത അനധികൃതമായ അധികാരവും അതുപോലെ ഓരോ പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർ അതിന്റെ ഭാഗമായിട്ട് ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തതാണ്. കേരളത്തിൽ കേൾക്കാരൻ ദുരുപയോഗം ചെയ്തതാണ് അവർക്ക് പറ്റിയേറ്റ്. അവര് ഇതിൻ്റെ അകത്ത് ഒരുപക്ഷെ ഡിബേറ്റുകളെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചൊക്കെ വളരെ മാത്രമല്ല പെട്ടെന്ന് ഒരു തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് ഒരു പോകുന്ന പോക്കിനെ കുറിച്ച് തിരിച്ചറിയുകയും എന്തായാലും അടിയന്തരാവസ്ഥ ഒരുപക്ഷെ ഫസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള ക്രിസ്റ്റഫർ ചെഫർലോട്ട് പറഞ്ഞ് വിമർശിക്കപ്പെടേണ്ട ഒരു അധ്യായം തന്നെയാണ് ജനാധിപത്യം. അതാണ്. അപ്പൊ ഞാൻ ഒരു കോട്ടബിൾ കോട്ടോട് പറയും. ഇന്ദിരാഗാന്ധിയുടെ അഡ്വൈസറായിരുന്ന ഒരു ഗാന്ധിയനായിരുന്ന ശാരദ പ്രസാദ്, അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം രാജിവെക്കാൻ പോയ കക്ഷിയാണ്. അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ചെയ്ത ദിവസം പുള്ളിയുടെ എൻ്റെ ഡയറക്ടറായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്യൂപ്പ് അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് വൈകുന്നേരം പുള്ളി വീട്ടിൽ വന്നിട്ട് പുള്ളിയുടെ ഒരു ആത്മകഥം എന്തായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയായിരുന്നു ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ മകൾ തന്നെയാണ് സഞ്ജയ് ഗാന്ധിയുടെ അമ്മയെക്കാളും. അതായത് നെഹ്റുവിന്റെ മകളാണ് ആത്യന്തികമായി ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധിയുടെ അമ്മ എന്നുള്ളത് രണ്ടാമതാണ്. അതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാണ് അവരെ അടുത്തറിയുന്നവരൊക്കെ പറയുന്നത്. അവരുടെ അപജയത്തെ ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നത് താങ്കൾ പറഞ്ഞ പോലെ RSS മനോഭാവമുള്ളവർ മാത്രമാണ്. അല്ലാത്തവർ അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ സിറ്റുവേഷൻ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചരിത്ര പുരുഷന്മാരെയും ചരിത്ര വനിതകളെയും കഥാപാത്രങ്ങളാക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ സിറ്റുവേഷനിൽ അത് RSSന് ഒരു ഉപയോഗപ്രദമായ സംഗതിയായിട്ട് മാറുന്നു എന്നുള്ള ഒരു ചോദ്യം പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാർ ചോദിക്കേണ്ടതാണ്. കോൺഗ്രസിനേക്കാളും കൂടുതൽ ഇടതുപക്ഷക്കാരാണ് ഇത് ചോദ്യം ചോദിക്കേണ്ടത്. അതെന്താ ഇവർക്ക് ഇപ്പൊ ഇടതുപക്ഷത്തിനും CPM കോൺഗ്രസിനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ CPM ആരാണ് വിമർശിക്കുന്നത്? കോൺഗ്രസിനെയാണ്. അവർക്ക് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന ഈ ആഘാതത്തെ കുറിച്ച് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPMനും അല്ലെങ്കിൽ MP ഗോവിന്ദ് നേതൃത്വം CPMനും അതിന് യുവജന സംഘടനകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന് അണികൾക്ക് മനസ്സിലായി, അവരെ സൈബർ പോരാളികൾക്ക് മനസ്സിലായിട്ടില്ല. അവർ കോൺഗ്രസിനെയാണ്, അവരെ സംബന്ധിച്ച് ജനാധിപത്യം എന്നല്ല കൺസേൺ. കേരളത്തിനകത്ത് എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിനായി ബന്ധപ്പെട്ട് 1-2 സീറ്റ് കിട്ടുക, പിന്നെ 2-3 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക. ഇത് കവിഞ്ഞ് ഒരു ദീർഘവീക്ഷണം പോലും ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണത്. അതിന്റെ ഒരു ഗതികേടാണ് അവർ അനുഭവിക്കുന്ന ഈ ഒരുപക്ഷെ ഈ ഇടുങ്ങിയ വീക്ഷണം കാരണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നതാണ് എന്റെ തോന്നൽ. അത് തന്നെയാണ് ഇടതുപക്ഷക്കാരെ ഞങ്ങളൊക്കെ വളർന്ന സമയത്ത് ഇപ്പം നന്ദന റെഡ്ഡി വളരെ സൗമ്യമായി ഇതിനെ കാണുന്നു എന്ന് പറയാൻ കാരണം ഞാൻ കേട്ടത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നന്ദന റെഡ്ഡിയെ സുരേഷ് കുറുപ്പ് അതായത് കോട്ടയത്തെ വിളിച്ച് വലിയൊരു സ്വീകരണം കൊടുത്തു. അന്നത്തെ വലിയൊരു ഹീറോയിന്റെ മകളാണ് നന്ദന റെഡ്ഡി. അപ്പൊ അതുകൊണ്ട് നന്ദന റെഡ്ഡിയെ സംബന്ധിച്ചോളം കേരളത്തിന്റെ ഓർമ്മകൾ എന്താണ്? നല്ല ഓർമ്മകളാണ്. എൻ്റെ അമ്മ ഇങ്ങനെ ദുരന്ത നായിക മരിച്ചപ്പോൾ എന്നെ വിളിച്ച്
അനുശോചനം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ എന്നെ അവരെ സെലിബ്രേറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റാണ്, ഒരു പാർട്ടിയാണ് എന്നുള്ള ഒരു ഓർമ്മ അവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ആ പാർട്ടി അല്ല ഇന്നത്തെ പാർട്ടി. സുരേഷ് കുറുപ്പ് പോലും ആ പാർട്ടിയിൽ ഇല്ല എന്ന്. സുരേഷ് കുറുപ്പിന്റെ സി പി ജോണിന്റെ ഒക്കെ കാലഘട്ടമാണ്, അത് വേറെ കാലഘട്ടമാണ്. അതന്നെ, സി പി ജോൺ കോൺഗ്രസിന്റെ കൂടെയാണ്. ഇതൊക്കെയാണ് ഈ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള എനിക്കൊന്ന് ശരിക്കും ഒരു മലയാളിക്കേ പറ്റത്തുള്ളൂ. ബാക്കി വെളിയിൽ നിൽക്കുന്നവർക്ക് പറ്റത്തില്ല. ഇത് എങ്ങനെ ഇതൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് അവർക്ക് ചോദിക്കുന്നത്. ഞാൻ സഹമത്തിൽ ഇത് പോയി പറയുമ്പോൾ അവർ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ദേ ആർ നോട്ട് അപ് ടു ഡേറ്റ് വിത്ത് ഇന്ത്യസ് ഹിസ്റ്ററി, കണ്ടംപററി ഹിസ്റ്ററി. അത് അധികാരത്തിന്റെ ഈ വ്യാമോഹത്തിൽ ഇതിലൊക്കെ ബാക്കിയെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. ഈ നാടകം എന്തൊക്കെയാണെങ്കിലും ഒരു ചെറിയ വൈറൽ വീഡിയോയുടെ പേരിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇത് അറിയുന്നത്. അത് ആ ധീര വനിതയെ അപമാനിക്കുന്ന രീതിയിലല്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഈ വൈറൽ ഒരു അപജയമായിരിക്കും. ആരോ ഞരമ്പ് രോഗികൾ അത് ഷൂട്ട് ചെയ്ത് വൈറലാക്കിയതായിരിക്കണം എന്നൊക്കെ നമ്മൾ എന്താണ് ആഗ്രഹിച്ചു പോവാണ്. അത് അങ്ങനെ ആകട്ടെ, അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് എന്താണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു ഇതായിട്ട് ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും സോഷ്യലിസ്റ്റുകളും CPM-ഉം എല്ലാം ഒരു ഇടതുപക്ഷ വലിയ ക്യാമ്പിന്റെ ആൾക്കാരാണ്. ഞാൻ കേട്ടത് 1969 ഇലക്ഷന് സോഷ്യലിസ്റ്റുകൾ മുതൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ 25% വോട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ 10-ന് താഴെ 7, 4, 5% മാറി. അത് അവരുടെ തന്നെ ദുര്യോഗമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് തോന്നുന്ന പ്രത്യേകിച്ച് ധീര വനിതകളെ അപമാനിക്കുന്ന രീതിയിൽ ഉള്ള വൈറൽ വീഡിയോ അവരുടെ പേരിൽ വരുമ്പോൾ നമുക്കൊക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നും. അതിന് കാരണം ഈ ശരിക്കുമുള്ള രാഷ്ട്രീയ പഠനമോ രാഷ്ട്രീയ അവബോധമോ ചരിത്ര അവബോധമോ ഇല്ലാത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദാമോദർ തീർച്ചയായിട്ടും താങ്കളൊരു അക്കാഡമിക് എന്ന നിലയിൽ തീർച്ചയായിട്ടും അതായിട്ട് യോജിക്കുമെന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും സാർ, അതാണല്ലോ നമ്മുടെ ഇന്നത്തെ കാലത്തിന്റെ ഒരു, അതായത് ആ നാടകം നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് സാറ് പറഞ്ഞൊരു കൺസേൺ ഉണ്ടാകാത്ത ഈ നാടകം നമ്മുടെ കാലത്തെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ആ നാടകം ഒരു പരാജയമാണ്. അതാണ്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിലെ എമർജൻസിയെ പറ്റി പറയുന്ന ആൾക്കാർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊക്കെ RSSകാരും BJPക്കാരുമാണ്. അവരാണ് കൂടുതൽ പറഞ്ഞ്, അതായത് ഇന്നത്തെ അൺഡിക്ലെയർഡ് എമർജൻസി ഒന്നുമല്ല എന്ന് പറയാൻ വേണ്ടി അവർ ഡിക്ലെയർഡ് എമർജൻസിയെ കാണിക്കുന്ന അവരുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്നും ഈ കൂട്ടർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് കൊള്ളാം. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും